നമസ്കാരം. പൂരോരുട്ടാതി നക്ഷത്രം ജനിച്ചവർക്ക് 2014 ആണ്ട് മേടമാസം 1-ാം തീയതി മുതൽ ഒരു വർഷത്തേക്ക് തൊഴിൽപരമായിട്ടുള്ള മേഖലകളിൽ പല വിധത്തിലുള്ള ക്ലേശങ്ങളെയും അതിജീവിക്കേണ്ടതായ സാഹചര്യം ഉണ്ടായിത്തീരും. ഇത്തരുണത്തിൽ കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ നിർവഹിക്കുവാനുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കും. അഹോരാത്രം പ്രവർത്തിക്കുന്നത് വഴി സാമ്പത്തികമായിട്ടുള്ള അനിശ്ചിതാവസ്ഥകളെ ഏറെക്കുറെ പരിഹരിക്കുവാൻ സാധിക്കും. വിദേശത്ത് താമസിക്കുന്നവർക്ക് അകാരണമായിട്ട് ജോലി നഷ്ടപ്പെടുവാനിടയുണ്ട്. എന്നാൽ ജന്മനാട്ടിൽ വന്ന് വ്യാപാര വ്യവസായ മേഖലകളെ തുടങ്ങുന്നതിനെപ്പറ്റി പുനരാലോചിക്കുമെങ്കിലും ഒരു കാര്യവും വേണ്ട വിധത്തിൽ നടക്കുവാനുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കും. ചെലവിനങ്ങളിൽ വളരെ നിയന്ത്രണം വേണ്ടതാണ്. നിശ്ചയിച്ചുറപ്പിച്ച കാര്യങ്ങൾക്ക് വ്യതിചലനം സംഭവിക്കും. സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറേണ്ടതായ സാഹചര്യം ഉണ്ടായിത്തീരും. ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഫലപ്രദമായി തീരുമെങ്കിലും സ്വന്തം അനുഭവത്തിൽ വിപരീതമായ സാഹചര്യങ്ങളാണ് ഉണ്ടായിത്തീരുക. ദുസ്വപ്ന ദർശനത്താൽ പലപ്പോഴും ആധി വർദ്ധിക്കും. നിശ്ചയിച്ചുറപ്പിച്ച കാര്യങ്ങൾക്ക് വ്യതിചലനം വന്നു ചേരുവാനിടയുണ്ട്. കഫനാഡീ രോഗപീഠകളാൽ അസ്വാസ്ഥ്യം അനുഭവപ്പെടും. പ്രമേഹ രോഗപീഠകളാൽ അസ്വാസ്ഥ്യം അനുഭവപ്പെടുവാനും സാധ്യതയുണ്ട്. പരീക്ഷ നിരീക്ഷണങ്ങളിൽ പരാജയം ഉണ്ടാകുന്നത് വഴി മനോവിഷമം ഉണ്ടായിത്തീരും. ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഫലപ്രദമായി തീരുന്നത് വഴി സമാധാനത്തിന് യോഗമുണ്ട്. മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണെങ്കിലും അനുഭവ ഫലം കുറയുവാനാണ് സാധ്യത കാണുന്നത്. ഭക്ഷണ ക്രമീകരണങ്ങളിലുള്ള അപാകതകളാൽ പലപ്പോഴും അസ്വാസ്ഥ്യം അനുഭവപ്പെടുവാനും ഈ സാധ്യതയുണ്ട്. പരീക്ഷ നിരീക്ഷണങ്ങളിൽ പരാജയമുണ്ടാകുവാനാണ് ഈ വർഷം സാധ്യത കാണുന്നത്. പൂരോരുട്ടാതി നക്ഷത്രം ജനിച്ചവരുടെ 2014 ആണ്ടിലെ വിഷുഫലമാണ് ഈ പറഞ്ഞത്. നമസ്കാരം.